ഹലോ. അപ്പോൾ ദാ ഈ കാണുന്നതാണ് ചെങ്കൽ ശ്രീ മഹാദേവ ക്ഷേത്രം. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം ഈ അമ്പലത്തിലാണ്, ചെങ്കൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടെ ഇതാണ് ആ ശിവലിംഗം. ഇനി 7 നിലകളാണുള്ളത്. നമ്മൾ ഇതിൽ കയറാനായിട്ട് 200 രൂപയാണ് ടിക്കറ്റിന്. 5 വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കയറുന്ന സമയത്ത് നമുക്ക് ശിവലിംഗത്തിൽ പൂജ ചെയ്യാം. അതിന് വെള്ളവും പൂവും അടങ്ങിയൊരു കുടം 100 രൂപയാണ്. അപ്പോൾ നമുക്കത് ധാര ചെയ്യാവുന്നതാണ്. ആദ്യത്തെ നിലയിലാണ്. അപ്പോൾ 7 നിലകളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരാനായിട്ട് അവിടെ നിന്ന് തന്നെ ഒരാൾ നമ്മളോടൊപ്പം വരും. ഓരോ നിലകളിലുമുള്ള ഓരോ ചക്രങ്ങളും എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു, അത് നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ അവയവങ്ങളെ ഏതൊക്കെ അവയവങ്ങളാണെന്നും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തൊക്കെ രോഗങ്ങൾ നമുക്ക് വരുമെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ പോയപ്പോൾ കണ്ടൊരു പ്രത്യേകതയാണ്, ഇതിനകത്ത് മൊബൈൽ ഫോൺ അലൗഡ് അല്ല കേട്ടോ. നമ്മുടെ ഗണപതിയുടെ 32 അവതാരങ്ങൾ അടങ്ങിയ ഒരു ഇതവിടെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. അത്രയും അവതാരങ്ങളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. 32 ഗണപതിയുടെ അവതാരങ്ങളും മൂഷികനെയും നമ്മൾ വലം വെച്ച് വരണം. അത് ഈ അമ്പലത്തിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ്. ഇതെല്ലാം നല്ല ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ 7ാമത് നിലയിലെത്തി കാണുന്നത് കൈലാസമാണ്. കൈലാസത്തിൽ ശിവനെയും പാർവതിയും ദൈവങ്ങളെയും കണ്ടതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഹനുമാൻ കിടക്കുന്ന അതേ രീതിയിൽ നമ്മൾ അനന്ത പത്മനാഭനെയും ചുറ്റുമുള്ള ദൈവങ്ങളെയും കണ്ടതിന് ശേഷം ഈ താഴെയുള്ള ഈ കല്ലിൽ ഓരോ നിലകളായിട്ട് പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും ഓരോ അവതാരങ്ങളെ കണ്ട് നമ്മൾ ഈ മനോഹരമായ കാഴ്ച കഴിയുകയാണ് അവിടെ നിന്ന്. ഇത് നമ്മുടെ മനസ്സിനും കണ്ണിനും വലിയൊരു കുളിർമയാണ്. നമുക്കിത് മൊബൈലിൽ പകർത്താനോ ക്യാമറയോ ഒന്നും കൊണ്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കണ്ട് അത് മനസ്സിലുണ്ടാവും. അത് വെച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ, ഈ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണണം. നമ്മൾ കൈലാസത്തിലൊക്കെ പോകുന്ന ഒരു ഫീല് തന്നെ ഇവിടെ നിന്ന് കിട്ടും. കേട്ട് മാത്രം അറിവുള്ള ഒരു അമ്പലമായിരുന്നു എനിക്ക്. അങ്ങനെ ആദ്യമായിട്ട് അവിടെ പോയപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ പോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു ദിവസം ഈ അമ്പലത്തിൽ വരണം കേട്ടോ. താങ്ക് യു.